ബ്യൂട്ടി മാർഗോൾ പട്ടുറുമാൽ ഇശൽ മർഹബയിൽ ചിരി ഉറുമാൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ചിരിക്കാനുള്ള സമയമാണ്. ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുന്നു. ചിരി ഉറുമാലുമായി ലെറ്റ് മീ വെൽക്കം അനീഷ്. അനീഷ്, മൊത്തത്തിൽ ലുക്കൊക്കെ കൊള്ളാം. കണ്ണു കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇതെത്രയാ? ഇവിടെ 2. അപ്പൊ എന്തായാലും നല്ലപോലെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി പാട്ടിന്റെ കാര്യം ഏതാണ് ചിരി ഉറുമാൽ എന്ന ഈ ഒരു റൗണ്ടിൽ സെലക്ട് ചെയ്തിട്ടുള്ള പാട്ട്? ഞാൻ കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് നമ്മൾ പെണ്ണിനെ കണ്ട്. എന്നിട്ട് എന്തായി? ഒന്നും ആയിട്ടില്ല, പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ആകുമോ എന്നുള്ളത് നമുക്ക് പാട്ട് കാണുമ്പോൾ മനസ്സിലാകും. പ്രാക്ടീസ് ചെയ്ത പോലെയൊക്കെ പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് ഞമ്മള് പെണ്ണിനെ കണ്ട്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് ഞമ്മള് പെണ്ണിനെ കണ്ട്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് ഞമ്മള് പെണ്ണിനെ കണ്ട്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്. അലിക്കത്തും കുമ്മത്തും കാതിലുണ്ട്, അരിമുല്ല പണ്ടങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, അറബിക്കാർ തോൽക്കുന്നൊരറിവുമുണ്ട്, അറബിക്കാർ തോൽക്കുന്നൊരറിവുമുണ്ട്, പെണ്ണിന് കവിളത്തൊരരിമ്പാറ തുരുന്നുമുണ്ട്, പെണ്ണിന് കവിളത്തൊരരിമ്പാറ തുരുന്നുമുണ്ട്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് ഞമ്മള് പെണ്ണിനെ കണ്ട്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്. കണ്ണന്റെ മനസ്സിൽ കൊണ്ട് മധുരിച്ച മധുവുണ്ണാൻ പുതുക്കം കൊണ്ട്, മണിമഞ്ചമൊരുക്കവേ പിടഞ്ഞു ചിത്തം, മണിമഞ്ചമൊരുക്കവേ പിടഞ്ഞു ചിത്തം, ഞമ്മള് മണവാട്ടിക്കേകിയൊരു മധുരമുത്തം, ഞമ്മള് മണവാട്ടിക്കേകിയൊരു മധുരമുത്തം. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് ഞമ്മള് പെണ്ണിനെ കണ്ട്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞള് പോലൊരു സുന്ദരി പെണ്ണ്.
അയവക്ക പെണ്ണുങ്ങൾ അവളെ കണ്ട് അവർക്കെല്ലാം അകത്തിരുന്ന സൂയ പൂണ്ട് ഐഷും പെണ്ണതും ഇതും പറഞ്ഞുണ്ടാക്കി ഐഷും പെണ്ണതും ഇതും പറഞ്ഞുണ്ടാക്കി വീട്ടിൽ പല സംഘമൂയിത്തപ്പം മുസീബത്തായി വീട്ടിൽ പല സംഘമൂയത്തപ്പം മുസീബത്തായി കൊച്ചിയിലെങ്ങും പെണ്ണില്ല കോഴിക്കോട്ടും പെണ്ണില്ല കൊയിലാണ്ടി ചെന്ന് നമ്മൾ പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ് കൊച്ചിയിലെങ്ങും പെണ്ണില്ല കോഴിക്കോട്ടും പെണ്ണില്ല കൊയിലാണ്ടി ചെന്ന് നമ്മൾ പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ് കൊച്ചിയിലെങ്ങും പെണ്ണില്ല കോഴിക്കോട്ടും പെണ്ണില്ല കൊയിലാണ്ടി ചെന്ന് നമ്മൾ പെണ്ണിനെ കണ്ട് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ് വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ് ഒരു സുന്ദരി പെണ്ണ്. അനീഷ്, ഇത്രയും അധികം സ്ഥലങ്ങൾ കറങ്ങി പെണ്ണ് കണ്ടിട്ട് എവിടെ നിന്നാണ് ശരിക്കുമുള്ള പെണ്ണിനെ കിട്ടിയത്? ശരിക്കുമുള്ള പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. എവിടുന്നാ കിട്ടിയത്? അത് തിരൂര് പുതിയങ്ങാടി തന്നെ. അത്രയിടം വരെ പോകേണ്ട ആവശ്യമേ അല്ലേ? അത് അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെയായിരുന്നു. എന്നാലും വെറുതെ വയനാട് വരെ ഒന്നും പോണ്ടി വന്നില്ല. എന്തൊക്കെയായാലും ഈ പാട്ടിലുള്ള വരികൾ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ജംഷീനൊക്കെ ഉണ്ടെന്ന് ഞങ്ങളും വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇനി നമുക്ക് കമന്റ്സ് ചോദിച്ചറിയാം. ഒരുപാട് കറങ്ങി കഷ്ടപ്പെട്ട ഒരു പെണ്ണ് കണ്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ് ഇദ്ദേഹം. അമ്പിളി ചേച്ചി എന്ത് പറയുന്നു? ആദ്യം നമുക്ക് അമ്പിളി ചേച്ചിയോട് തന്നെ ചോദിക്കാം. അസലായിട്ട് പാടി, നല്ല ബ്രൈറ്റ് ആയിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി നന്നായിട്ട് പാടി അനീഷ്. ചേച്ചി. പിന്നെ കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. പെർഫോമൻസും ഈ പാട്ടിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നന്നായിട്ടുണ്ട്. ഇതിന് ഇത്രേ പാടുള്ളൂ. താങ്ക് യു അമ്പിളി ചേച്ചി, നല്ല കമന്റ്സ് ആണ്. ഫിറോസിക നന്നായി പാടി കേട്ടോ. ഒന്നും എഴുതി വെച്ചിട്ടില്ല. നിങ്ങള് കോമഡി റൗണ്ടിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ് എങ്കിൽ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഒരു ഐഡിയയും കിട്ടുന്നില്ല. അസാധ്യമായി എല്ലാവരും. അനീഷ് നന്നായി പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി നമുക്ക് കമന്റ്സ് ചോദിച്ചറിയാനുള്ളത് അബൂട്ടി മാഷിൽ നിന്നാണ്. മാഷെ അസലായി പാടി. മാഷെ. ഒരു സ്ഥലത്തും ഇവിടെ എഴുതി വെച്ചില്ല. ഒരു സുന്ദരി പെണ്ണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടായതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഈ കോമഡി മെലഡി രണ്ടും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തു. അത് നേരത്തെ പൗരമഞ്ഞ പോലെ കൊയിലാണ്ടി ചെന്ന് വയനാടൻ മഞ്ഞൾ പോലെ തന്നെ ഉണ്ടായിരുന്നു പാട്ടും. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു അബൂട്ടി മാഷെ. ഹംസക അനീഷ് നന്നായിട്ടുണ്ട്. നല്ല സൗണ്ടും ആ പാട്ടിന്റെ വിഷയത്തിനൊത്ത് ഉയർന്നു പാടി. താങ്ക് യു ഹംസക. 4 ജഡ്ജസ് നല്ല കമന്റ്സ് പറഞ്ഞു. ഇനി നമുക്ക് മാർക്ക് കേൾക്കാം അല്ലെ? ഫിറോസിക എത്ര മാർക്ക് നൽകുന്നു അനീഷിന്? അനീഷിന് ഈ കോമഡി സോങ്ങിന് 28. കൺഗ്രാറ്റുലേഷൻസ്. 30ൽ 28 മാർക്കിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അമ്പിളി ചേച്ചി 28. 30ൽ വീണ്ടും 28 മാർക്ക്. അബൂട്ടി മാഷെ എത്ര മാർക്ക് നൽകുന്നു? അനീസ് 28. മാഷും 28 മാർക്ക് നൽകുമ്പോൾ ഇനി 10ൽ എത്ര മാർക്ക് ഹംസക നൽകുമെന്ന് ചോദിക്കാം. ഹംസക 8 മാർക്ക്. അനീഷ്, ഈ ഒരു റൗണ്ടിൽ ലഭിച്ചിരിക്കുന്ന മാർക്ക് 100ൽ 92 മാർക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. കഴിഞ്ഞ റൗണ്ടിൽ 90 മാർക്കായിരുന്നു അല്ലെ? പ്രവാസം റൗണ്ടിൽ. അപ്പൊ 2 മാർക്ക് ഇതിൽ കൂടുതൽ വാങ്ങിക്കാൻ സാധിച്ചു. ഇനിയുള്ള റൗണ്ടുകളിലെല്ലാം മികച്ച പാട്ടുകളും പെർഫോമൻസുകളും മാർക്സും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും. ജീവിതത്തിലെ ഏതൊരു ദുഃഖത്തെയും വിഷമത്തെയും മാറ്റാനുള്ള ഏക ഔഷധം ചിരിയാണ്. ലോകത്തിൽ ചിരിക്കാനുള്ള കഴിവുള്ള ഏക ജീവി മനുഷ്യർ മാത്രമാണ്. ഒരുപക്ഷെ ചിരി കണ്ടാൽ അത് ചിരിയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുകൊണ്ടാകാം. ബ്യൂട്ടി മാർ ഗോൾഡ് പട്ടുറുമാൽ ഇശൽ മർഹബയിൽ ഇനി ചിരിക്കാനുള്ള സമയമാണ്. ചിരി ഉറുമാലിലെ മികച്ച പ്രകടനങ്ങളുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. മാപ്പിള പാട്ടെന്നാൽ പട്ടുറുമാൽ തന്നെ.